ഹായ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു സിമ്പിൾ കേക്ക് ഉണ്ടാക്കിയാലോ? വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കുടിക്കാൻ പറ്റിയ. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 3 കയ്യിൽ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ടയ്ക്ക് 1 കയ്യിൽ പഞ്ചസാര വെച്ചിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 3 കയ്യിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അതായത് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ പൊങ്ങി വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിത് ഓവണിലോട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഓവണിൻ്റെ ഒരു പാത്രം എടുത്തിട്ട് ഓവണിൽ വെക്കുന്ന പാത്രം എടുത്തിട്ട് നന്നായിട്ട് നെയ്യ് തടവി കൊടുക്കുക. നന്നായിട്ട് നെയ്യ് എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുക. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച് ആ ഒരു മിശ്രിതത്തിലോട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് കുറച്ച് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു റോബസ്റ്റ പഴം മിക്സിയിലിട്ട് അടിച്ച് അതും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കടലക്ക ഞാൻ മുകളിൽ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. ടേസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കേണ്ട. അപ്പം ഞാനിതൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഇത് ഞാൻ ഓവണിലോട്ടങ്ങ് കയറ്റി കൊടുത്തു. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. വൈകിട്ട് ചായയുടെ കൂടെയും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു കേക്കാണ്. ആർക്ക് വേണം, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു കേക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തണം. കമൻറ്റും ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. സി യു. കാണാൻ തന്നെ എന്ത് ഭംഗി, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഉണ്ടാക്കണം. അപ്പോൾ ബൈ.